നമ്മുടെ ചാനലിൽ ഇതുവരെ നമ്മളൊരു സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾ ഇന്ന് പരിഹരിക്കാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ സാംസങ് ഗാലക്സി M51 ഇന്ന് നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഒരു അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ എക്സിനോസിൻ്റെ പ്രോസസ്സർ ഒഴിവാക്കിയിട്ട് സ്നാപ്ഡ്രാഗൻ്റെ 730G എന്ന് പറഞ്ഞിട്ടുള്ള കിഡിലൻ പ്രോസസ്സർ യൂസ് ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ് കേട്ടോ. അപ്പോൾ അണ്ടർ 25,000 കാറ്റഗറിയിൽ വന്നിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഷിബിൻ. ലെറ്റ്സ് ബിഗിൻ. സോ ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി M51ൻ്റെ ബോക്സ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോക്സാണ്. എന്തായാലും നമുക്ക് ബോക്സിനുള്ളിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ടോപ്പിലായിട്ടാണ് നമുക്ക് എന്ത് വരുന്നുണ്ട്, ചെറിയൊരു ബോക്സ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ എന്തൊക്കെയാണ്, നമുക്ക് ആദ്യം തന്നെ എന്ത് വരുന്നുണ്ട്, ഒരു സിം എജക്റ്റിംഗ് ടൂൾ വരുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് എന്ത് വരുന്നുണ്ട്, കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഇതിലുണ്ടാവും. ഓക്കെ, കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്താണ്, ഒരു TPU കേസ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നീട് നമുക്ക് വരുന്നത് സ്മാർട്ട് ഫോണാണ് ബോക്സിൽ, അതും നമ്മൾ മാറ്റി വെച്ചു. ചാർജർ വരുന്നുണ്ട്, 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് ഫോണിൽ വരുന്നത്. അടുത്തത് ഡാറ്റ കേബിളാണ്. അപ്പോൾ ഈ ഡാറ്റ കേബിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് സാധാരണ കിട്ടുന്ന ഡാറ്റ കേബിളല്ല. എന്താണ്, ടൈപ്പ് C ടു ടൈപ്പ് C കേബിളാണ്. ഇത് കണ്ടില്ലേ. അപ്പോൾ ഈ ടൈപ്പ് C ടു ടൈപ്പ് C കേബിളാണ് നമുക്ക് ബോക്സിൽ വരുന്നത് കേട്ടോ. സോ നമ്മുടെ സ്മാർട്ട് ഫോൺ വേറൊരു കവറിലും കൂടി പേസ്റ്റ് ചെയ്ത രീതിയിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് റിമൂവ് ചെയ്തിട്ട് നോക്കാം ഫോൺ എങ്ങനെ ഇടുന്നുള്ളത്. ഓക്കേ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. അപ്പോൾ ഒരു സിംഗിൾ കളറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഓർഡർ ചെയ്തിട്ടുള്ള കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലസ്റ്റിയൽ ബ്ലാക്ക് ആണ്. അപ്പോൾ ഇതൊരു പ്യുവർ ബ്ലാക്ക് അല്ല കളറ്. എന്താണ്, നമുക്കൊരു ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ് ഷെയ്ഡും കൂടി വന്നിട്ടാണ് നമുക്ക് ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. ഈ ക്യാമറ ബമ്പൊന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നില്ല, അതുകൊണ്ട് അത് നൈസായിട്ടുണ്ട് കാണാനായിട്ട്. താഴെ സാംസങ്ങിൻ്റെ ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഫോണിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എടുത്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫിംഗർ കണ്ടില്ലേ, ശരിക്കും നമ്മൾ ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇവിടെ പതിയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു TPU കേസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സെൻറ്റർ പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ 6.67 ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേ ആണ് കേട്ടോ നമുക്ക് വരുന്നത്. വീതിയും കുറച്ച് കൂടുതലാണ്. നമ്മൾ ഈ ഒരു ഫിംഗറൊന്നും നമുക്ക് രണ്ടും കൂട്ടി മുട്ടാത്ത തരത്തിലുള്ള വീതി വരുന്നുണ്ട്. ബൾക്കി ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ്, പക്ഷേ നമുക്ക് നല്ല സുഖമുണ്ട് യൂസ് ചെയ്യാൻ കേട്ടോ. ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് നമുക്ക് വരുന്നത്, എങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്താണ്, ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനാണ് ഫ്രണ്ടിലും ബാക്കിലും ലഭിക്കുന്നത്. അപ്പോൾ ഗൊറില്ല ഗ്ലാസ് 5 ഇല്ല, 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 25,000 രൂപയുടെ സ്മാർട്ട് ഫോണിന് ഗൊറില്ല ഗ്ലാസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ. ഗൊറില്ല ഗ്ലാസ് 5 എങ്കിലും കൊടുക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്ലാസ് ഡിസൈൻ അല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ, പക്ഷേ നമുക്ക് ഫിംഗർ നല്ല രീതിയിൽ പതിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ 213 ഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ട് സ്മാർട്ട് ഫോണിന്. അപ്പോൾ അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. 213 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ കയ്യിലെടുക്കാൻ കുറച്ച് ബൾക്കി ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നത്. സോ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഗുഡ്. നമുക്ക് കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് സുഖമുണ്ട് കേട്ടോ. ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് യാതൊരു പ്രോബ്ലംസും ഇല്ല. നല്ലൊരു എന്താണ് പറയുക, ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കയ്യിൽ ഹാൻഡിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് തന്നെ ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി പോർട്സ് ആൻഡ് ബട്ടൺസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 3.5 mm ഓഡിയോ ജാക്ക്, USB ടൈപ്പ് C കേബിളിൻ്റെ പോർട്ട്, മൈക്രോഫോണ്, പിന്നീട് സ്പീക്കർ ഗ്രില്ല്. റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പവർ സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിംഗർ പ്രിൻ്റ് ആയിട്ടും യൂസ് ചെയ്യുന്നത്. അതിന് മുകളിലായിട്ട് നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ്. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സിം കാർഡ് ട്രേ. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സിം കാർഡ് ട്രേ ഒന്ന് ഇജക്റ്റ് ചെയ്ത് നോക്കാം, നമുക്ക് എന്താണ് വരുന്നത് നോക്കാം. ഓക്കെ, നമുക്കൊരു ഡെഡിക്കേറ്റഡ് SD കാർഡാണ് വരുന്നത്. 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും നിങ്ങൾക്ക് ഒരേ സമയം യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് പറയാം. 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ വരുന്നത്. ബാക്കിൽ നമുക്കൊരു പ്ലാസ്റ്റിക് ബോഡിയാണ് ലഭിക്കുന്നത്. ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. കോഡ് ക്യാമറ സെറ്റപ്പാണ് നമുക്ക് പുറകിൽ വരുന്നത്. 64 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 12 മെഗാപിക്സലിൻ്റെ അൾട്രാവൈഡ് ലെൻസ്, 5 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ, 5 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസ്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ. 2 വേരിയൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, 6/128, 8/128. അപ്പോൾ അതിൻ്റെ പ്രൈസും ഞാൻ പറയാം. 6/128 25,000 രൂപയും 8/128 27,000 രൂപയാണ് പ്രൈസ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 730G പ്രോസസ്സറിലാണ് ഫോൺ പ്രവർത്തിക്കുന്നത്. ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ആയിട്ടുള്ള 1 UI ഫോൺ പ്രവർത്തിക്കുന്നത്. 7000 mAh ബാറ്ററി കപ്പാസിറ്റി പ്ലസ് എന്താണ്, നമുക്ക് 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 9.5 mm തിക്നെസ്സും വരുന്നുണ്ട്. 213 ഗ്രാം വെയിറ്റും വരുന്നുണ്ട് ഫോണിന്. സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻ്റാണ് നമുക്ക് ഫോണിൽ വരുന്നത്.
സോ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് സാംസങ്ങിൻ്റെ 1 UI കുറിച്ചാണ്. നല്ല കിടിലൻ UI ആണ് കേട്ടോ. ഞാൻ സാംസങ്ങിൻ്റെ ഫോണുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ അൺബോക്സിങ്ങും നമ്മൾ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടുള്ളൊരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ 1 UI എന്ന് പറയുന്നത് വളരെ കൂളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബ്ലോട്ട് വൈസ് വരുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് സാധിക്കുന്നതാണ്. അവിടെ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, എബൌട്ട് സെക്ഷനിലൊന്ന് പോയി നോക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയുണ്ട്, സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻസ്. അപ്പോൾ ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 1 UI 2.1 ഫോൺ പ്രവർത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ സെക്യൂരിറ്റി പാച്ച് ലെവൽ ഇപ്പോൾ ഇത് August 1 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടില്ല. ഇനി നമ്മളിതിൻ്റെ ഡാർക്ക് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, എനേബിൾ ചെയ്ത് നോക്കാം അല്ലേ, ഡാർക്ക് മോഡ് എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഇപ്പോൾ ഡാർക്ക് മോഡിലാണ് ഫോൺ കിടക്കുന്നത്. അപ്പോൾ വളരെ നല്ലൊരു ബ്ലാക്കാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ AMOLED ഡിസ്പ്ലേ ആണ് പ്രത്യേകിച്ച്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് കളറൊക്കെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യും, നമുക്ക് എടുത്ത് കാണിക്കും അല്ലേ. അപ്പോൾ ഈ കൺട്രോൾ സെൻറ്റർ കാര്യങ്ങളൊക്കെ നല്ല കിടിലനായിട്ട് തന്നെ ഉണ്ട്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ യാതൊരു പ്രശ്നങ്ങളും പറയാനില്ല. NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫോണിന്, സ്ക്രീൻ റെക്കോർഡർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ക്രീൻ റെക്കോർഡറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മീഡിയ സൗണ്ടും മൈക്കിൻ്റെ സൗണ്ടും ഒരേ സമയം റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അവൈലബിൾ ആണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടില്ലേ, നിങ്ങളിപ്പോൾ വന്ന് കണ്ടില്ലേ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓണാക്കി വെച്ചാൽ മതി. ബാറ്ററി സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഓഫാക്കി വെക്കാനായിട്ടും സാധിക്കുന്നതാണ്. ഫോണിൻ്റെ സാർ വാല്യൂ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്തോ *#07#. അപ്പോൾ നമുക്കിവിടെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഹെഡ് സാർ വാല്യൂ വന്നിട്ടുള്ളത് 1.381 ആണ്. അപ്പോൾ ഇന്ത്യയിൽ മാക്സിമം സാർ വാല്യൂ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 ആണ്. അപ്പോൾ 1.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ ലിമിറ്റ്സ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി ക്യാമറ 2 API സർട്ടിഫിക്കേഷനും നമുക്ക് വൈഡ് വൈൻ സർട്ടിഫിക്കേഷനും എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ക്യാമറ 2 API സർട്ടിഫിക്കേഷൻ നമുക്ക് ലെവൽ 3 ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ ക്യാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് നല്ല കിടിലൻ ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കും. അടുത്ത് നമുക്ക് DRM ഇൻഫോ നോക്കാം. അപ്പോൾ വൈഡ് വൈൻ സപ്പോർട്ട് നമുക്ക് വന്നിട്ടുള്ളത് L1 ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, HD ക്വാളിറ്റിയിൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഹോട്ട്സ്റ്റാർ എന്നിവയിലൊക്കെ വീഡിയോസ് കാണാനായിട്ടും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫോണിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് കരുത്തേക്കാനായിട്ട് സ്നാപ്ഡ്രാഗൻ്റെ 730G എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സാംസങ് യൂസ് ചെയ്തിരുന്ന എക്സിനോസിൻ്റെ പ്രോസസ്സർ മാറ്റിയിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, കോൽക്കോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 730G യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഈ ഫോണിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മൾട്ടി ടാസ്കിങ് ഒക്കെ വളരെ ഈസിലി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എത്ര ആപ്ലിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരേ സമയം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഗെയിംസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഗെയിമൊക്കെ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആൾട്ടോസ് അഡ്വഞ്ചർ ഒന്ന് കളിച്ച് നോക്കാം. ജസ്റ്റ് ഒരു 1 മിനിറ്റ് പ്ലേ. അപ്പോൾ എക്സ്ട്രാ നമ്മൾ ഗെയിമിംഗ് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഇത് AMOLED ഡിസ്പ്ലേ ആണല്ലേ. AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് ആ കളേഴ്സൊക്കെ നല്ല വൈബ്രൻ്റ് ആയിട്ട് നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നുണ്ട്, നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇഷ്യൂസിലെ ഗെയിം പ്ലേയിലേക്ക് എടുത്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് എന്താണ്, ലാഗോ കാര്യങ്ങളോ ഇല്ല, ഫ്രെയിം ഡ്രോപ്പ് കാര്യങ്ങളോ ഇഷ്യൂസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ചത്തു. ഓക്കെ, അപ്പോൾ ഗെയിമിംഗ് പ്ലേ ഒന്നും നമുക്ക് യാതൊരു ഇഷ്യൂസും ഇല്ല കേട്ടോ. വളരെ സ്മൂത്തായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗെയിമിംഗ് റിവ്യൂ വേറെ ഒരെണ്ണം ചെയ്യാം. സോ ഫോണിൻ്റെ ക്യാമറ എക്സ്പീരിയൻസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പുറകിൽ നമുക്ക് എന്താണ് ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 64 മെഗാപിക്സലാണ് പ്രൈമറി ക്യാമറ വരുന്നത് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. നമുക്കതിൻ്റെ ക്യാമറ ഇൻ്റർഫേസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നോർമൽ ക്യാമറ മോഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത് ക്യാമറ. ഓക്കെ, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഈ 2 കളേഴ്സ് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിക്കേ. ഇത് വളരെ പിങ്കാണ് നമുക്ക് തോന്നുന്നത്, അതൊരു ഡാർക്ക് കളറാണല്ലേ. ഇത് നല്ല പിങ്കായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളർ ഡിഫറൻസ് നല്ല രീതിയിൽ തോന്നുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഒറിജിനൽ കളറ്, പക്ഷേ ആ കളറിനെ എങ്ങനെ ആക്കിയെടുത്തു, ഈ കളറിലേക്ക് ആക്കിയെടുത്തു. വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. പക്ഷേ അതൊരു നല്ല ഭംഗിയിൽ നമുക്ക് തോന്നിക്കുന്നുണ്ട്. ഇനി ഗാലറി എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല കിടിലൻ ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഇഷ്യൂസ് ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് 2-3 ഡെമോ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഞാൻ പ്രൈമറിയിലെടുത്താണ്. നല്ല ക്വാളിറ്റി ഇമേജ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നല്ലൊരു ക്വാളിറ്റി ഇമേജ് തന്നെ, നമുക്ക് യാതൊരു ഇഷ്യൂസും ഇല്ല. അവിടെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊരു സെൽഫി എടുത്താണ്, കൊള്ളാം. അപ്പോൾ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ എന്ത് വരുന്നുണ്ട്, നമുക്ക് ഫോട്ടോസൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നേരത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. അത് കണ്ടോ, ഇത് മാക്രോ മോഡിലെടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ ഈ മാക്രോ മോഡിലെടുത്ത ഫോട്ടോ പോലും നമുക്ക് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ സൂം ചെയ്തിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നോ ഇഷ്യൂസ്. ഇത് പോർട്രേറ്റ് മോഡിലെടുത്തൊരു ഫോട്ടോയാണ്. അപ്പോൾ എഡ്ജസൊക്കെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഇനി വീഡിയോസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ടിലും ബാക്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
4K വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുണ്ടല്ലേ, നമുക്ക് 4K വീഡിയോ ഷൂട്ട് ചെയ്യാം. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. സ്ലോ മോഷൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, സൂപ്പർ സ്ലോ മോഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷൻ കൂടി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് പുറമെ നമുക്ക് എന്താണ് സിംഗിൾ ടേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോണുകളിൽ ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രത്യേകിച്ച് തരത്തിലുള്ളതാണ്. ഇതൊരു ഒറ്റ ടേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 10 ഫോട്ടോസ് അതിൻ്റെ കൂടെ 2-3 വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒരേ സമയം എന്തായാലും റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ക്യാമറ എക്സ്പീരിയൻസ് ക്വൈറ്റ് ഗുഡ്. നമ്മൾ ബാക്കിയുള്ള സ്മാർട്ട് ഫോണുകളെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ് നമുക്ക് സ്മാർട്ട് ഫോൺ തരുന്നത്. ഫേസ് അൺലോക്കും ഫിംഗർ പ്രിൻറ്റും നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോണിൽ. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഫേസ് അൺലോക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ക്യാമറയുടെ പുറകിലാണ് നിൽക്കുന്നത് കേട്ടോ, അതുകൊണ്ട് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ലാത്ത തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് അൺലോക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട്. എനിക്ക് സൂപ്പർ ഫാസ്റ്റ് എന്ന് നമുക്ക് പറയാനില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇനി ഫിംഗർ പ്രിൻറ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫാസ്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ തൊടുന്ന ആ സമയത്ത് തന്നെ അത് വരുന്നില്ല കേട്ടോ, ചെറിയൊരു മില്ലി സെക്കൻഡിൻ്റെ ലാഗ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ മറ്റേ സ്മാർട്ട് ഫോണുകളിൽ കണ്ട പോലെ അത്രത്തോളം ഒരു ഫാസ്റ്റായിട്ടുള്ള റെസ്പോൺസ് ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. ചെറിയൊരു ലാഗ് എന്തായാലും ഫിംഗർ പ്രിൻറ്റിൽ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം രണ്ടും ഫിംഗർ പ്രിൻറ്റ് മാത്രമല്ല ഫേസ് അൺലോക്കും ചെറിയ രീതിയിലൊരു ലാഗ് വരുന്നുണ്ട്. എങ്കിലും അത് ഓവർ ടൈം അല്ല, മില്ലി സെക്കൻഡ്സിൻ്റെ ഒരു ലാഗിൻ്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓഡിയോ ആൻഡ് വീഡിയോ ക്വാളിറ്റി നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫുൾ വോളിയത്തിലൊരു ഓഡിയോ കേൾപ്പിച്ച് തരാം, എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ആ ഓഡിയോ കേട്ടല്ലോ, ഫുൾ വോളിയത്തിലാണ് നമ്മളത് പ്ലേ ചെയ്തത്. അപ്പോൾ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓഡിയോ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ വോളിയം കുറച്ച് കുറവാണ് കേട്ടോ. നമ്മൾ ഓവർ ലൗഡായിട്ടല്ല കേൾക്കുന്നത്, ഒരു മീഡിയം വോളിയം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. പക്ഷേ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ക്വാളിറ്റിയും കൂടെ ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഒന്നാമത് നമുക്ക് എന്താണ്, സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കളേഴ്സൊക്കെ നല്ല വൈബ്രൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയും കൂടി പ്ലേ ചെയ്ത് നോക്കാം. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോയും കൂടി ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വലിയൊരു ഡിസ്പ്ലേ ഉണ്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ആ വലിയ ഡിസ്പ്ലേ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കാണാനായിട്ടൊക്കെ നല്ല സുഖമുണ്ട്. പിന്നെ എന്താണ്, AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു സെൻറ്റർ പഞ്ച് ഹോളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വലിയൊരു എന്താണ് അട്രാക്ഷൻ തരുന്നൊരു വീഡിയോ പെർഫോമൻസ് ആണ്. നമുക്ക് ഫുൾ സ്ക്രീനിൽ നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വൈബ്രൻറ്റ് കളേഴ്സായിട്ടും നല്ല കിഡിലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു നെറ്റിൻ്റെ ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അത് സ്റ്റക്കായി പോകുന്നത്. സോ വീഡിയോ ക്വാളിറ്റി, മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ ക്വൈറ്റ് ഗുഡ്. അപ്പോൾ 7000 mAh നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയാണ് നമുക്ക് ലഭിക്കുന്നത്. വലിയൊരു മാസീവ് ബാറ്ററിയാണ് വരുന്നത് കേട്ടോ. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്, അവിടെ നമുക്ക് ഇഷ്യൂസ് ഇല്ല. അപ്പോൾ ഈ ബാറ്ററിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ചെറിയൊരു ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ നമ്മൾ കൂടുതൽ സമയം യൂസ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ഫോൺ ഹീറ്റ് ആവുന്നുണ്ട്. വലിയ പ്രശ്നമുള്ള കാര്യമില്ല, നമുക്ക് TP കേസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരില്ല കേട്ടോ. സോ എന്താണ് ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ എക്സ്പീരിയൻസ്, നമ്മുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ട് അൺബോക്സിങ് ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു കിടിലൻ സ്മാർട്ട് ഫോൺ. കുറച്ച് ബൾക്കി ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു പ്രീമിയം ക്വാളിറ്റി സ്മാർട്ട് ഫോണായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കണ്ട. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കയറി നോക്കുക. ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ പുതിയൊരു വീഡിയോയിൽ നിങ്ങളുടെ ബുള്ളറ്റ് നിന്നാണ്. ഇറ്റ്സ് ബിഷിബിൻ സൈനിങ്